110 സീറ്റിൽ UDF നേട്ടമുണ്ടാക്കിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യം, തദ്ദേശത്തിൽ 80 നിയമസഭാ മണ്ഡലങ്ങളിൽ നേട്ടമുണ്ടാക്കിയ കാര്യമൊക്കെയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകണമെന്നില്ലല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ UDFന്റെ നേട്ടം കൂടി അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്, എത്ര നേട്ടമെന്നും പറയുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകണമെന്നില്ലല്ലോ എന്നതാണ് ഇപ്പോൾ പറയുന്നത്. ലേബി, ആ പ്രതികരണം കൂടി ഈ ഘട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. എവിടെ ഭരണമുണ്ടോ അവിടെ, എവിടെ കേരള കോൺഗ്രസ് മാണി വിഭാഗമുണ്ടോ അവിടെ ഭരണമുണ്ട് എന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞത് മൂന്ന് സ്ഥലത്താണ് എന്നുള്ളതാണ്. മാത്രമല്ല ഇന്നലെയും മന്ത്രി P. രാജീവ് വിളിച്ചുകൊണ്ട് ചില ഉറപ്പുകൾ നൽകിയിരിക്കുന്നു. അതായത് മാണി വിഭാഗത്തിന് എതിർപ്പുള്ള ചില വിഷയങ്ങൾ, അതോടൊപ്പം സഭ എടുത്തിട്ടിരിക്കുന്ന ചില വിഷയങ്ങൾ, അത് അധ്യാപക നിയമനത്തിന്റെ കാര്യത്തിലായാലും ഭിന്നശേഷി സംവരണത്തിന്റെ കാര്യത്തിലായും കോടതി എടുത്ത നിലപാട് വിശദീകരിച്ചുകൊണ്ട് മന്ത്രി ഇന്നലെ വിശദീകരിച്ച് വിളിച്ചു എന്ന് പറയുമ്പോൾ ആ ഉറപ്പില്ലാത്തതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇന്നലെ വിളിച്ച് ഒന്നുകൂടി ഉറപ്പ് നൽകിയത് എന്ന് വേണമെങ്കിലും കരുതാവുന്നതാണല്ലോ ലേബി. സ്മൃതി, നേരത്തെ സാങ്കേതിക പ്രശ്നമുണ്ടായി. ഞാൻ പറഞ്ഞ വാചകങ്ങൾ തന്നെ എനിക്ക് തിരിച്ച് കേൾക്കേണ്ട സാഹചര്യം വന്നു, അതുകൊണ്ടാണ് ഇടയ്ക്ക് നിർത്തിയത്. സ്മൃതി, ഇപ്പോൾ ജോസ് കെ മാണി നടത്തിയ വാർത്താ സമ്മേളനം നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെയാണ്. അദ്ദേഹം വളരെ കൃത്യമായി പറയുന്ന വാചകം ശ്രദ്ധിക്കുക, കേരള കോൺഗ്രസ് എം എവിടെയുണ്ടോ അവിടെ ഭരണമുണ്ടാകും. അവിടെയും ഒരിക്കൽ പോലും അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്, അരപ്പതിറ്റാണ്ടായി LDFനൊപ്പം നിൽക്കുമ്പോഴും ഒരു ഘട്ടത്തിലും ജോസ് കെ മാണിയുടെ പെരുമാറ്റത്തിലോ ശരീരഭാഷയിലോ നോക്കിലോ വാക്കിലോ ഒന്നും ആർക്കും സംശയമുണ്ടായിട്ടില്ലല്ലോ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അതിനോട് ചേർത്ത് ഒരു ഘട്ടത്തിലും അദ്ദേഹം ഈ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടില്ല ഞങ്ങൾ LDF വിട്ട് പോകില്ല എന്ന്. അങ്ങനെ ഒരു അസന്നിഗ്ധമായ പ്രസ്താവന അദ്ദേഹം ഈ വാർത്താ സമ്മേളനത്തിൽ ഒരിടത്തും നടത്തിയിട്ടില്ല. മറിച്ച് 3 തവണ അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ആവർത്തിച്ച് പറയുകയാണ് ചെയ്തത്, 5 MLAമാരും ഒരു തീരുമാനമെടുത്താൽ ഒപ്പമുണ്ടാകും. അതുമാത്രമല്ല, കേരള കോൺഗ്രസ് എം എവിടെ നിൽക്കുന്നു അവിടെ വിജയമുണ്ടാകും. കേരള കോൺഗ്രസ് എം LDFനൊപ്പം നിൽക്കും അവിടെ വിജയമുണ്ടാകുമെന്ന് അദ്ദേഹം ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. കൃത്യമായി തന്നെ നമുക്കത് വ്യാഖ്യാനിക്കാനും സാധിക്കും. ഇത്തരത്തിൽ അദ്ദേഹം തീരുമാനമെടുത്തിട്ടുമില്ല, ആലോചനകൾ നടക്കുന്നുമുണ്ട്. അതുമാത്രമല്ല, മറ്റൊരു കാര്യവും അദ്ദേഹം പറഞ്ഞു, സഭാ നേതൃത്വത്തിന്റെ ഇടപെടലിനെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയും ശ്രദ്ധിക്കുക സ്മൃതി. ചങ്ങനാശ്ശേരി അതിരൂപതയും ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലും ഇക്കാര്യത്തിൽ ഒരു ഹിതം അറിയിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾക്ക് അത് സംബന്ധിച്ചുള്ള കൃത്യമായ സൂചനകളും ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതേക്കുറിച്ച് ചോദിച്ചപ്പോഴും വഴുതി മാറിയാണ് ഉത്തരം പറഞ്ഞത്. അതായത് സഭാ നേതൃത്വം ഒരു ഘട്ടത്തിലും സാമൂഹിക വിഷയങ്ങളിലല്ലാതെ അങ്ങനെ രാഷ്ട്രീയ കാര്യത്തിലൊന്നും ഇടപെടില്ലല്ലോ എന്നുള്ള ഒഴുക്കൻ മറുപടിയാണ് ജോസ് കെ മാണി നൽകിയത്. അവിടെയും കൃത്യമായി പറഞ്ഞിട്ടില്ല, സഭ ഇക്കാര്യം പറഞ്ഞിട്ടില്ല, ഞങ്ങളോട് ഇതുവരെ ആലോചിച്ചിട്ടില്ല എന്നുള്ള മറുപടി അവിടെ വന്നിട്ടില്ല. LDF വിട്ടു പോകുമോ എന്ന ചോദ്യത്തിന് LDF വിട്ടു പോകില്ല എന്നുള്ള മറുപടി പറഞ്ഞിട്ടില്ല. മറിച്ച് തങ്ങൾ ഈ കഴിഞ്ഞ 5 വർഷമായും ഏതെങ്കിലും രീതിയിലുള്ള ഒരു സംശയത്തിനിട നൽകിയിട്ടില്ല എന്നുള്ള മറുപടി മാത്രമാണ് നൽകിയത്. അതും മാത്രമല്ല, 3 തവണ ആവർത്തിച്ച് പറയുന്നു, കേരള കോൺഗ്രസ് എം എവിടെയുണ്ടോ അവിടെ വിജയമുണ്ടാകും. അവിടെ ഒരിടത്തും പിന്നെയും നമ്മൾ ഇതുവരെ കരുതിയതിൽ നിന്ന് ഒരു വാചകമാണ് അദ്ദേഹം കടത്തി പറഞ്ഞത്. അതായത് ഏത് തീരുമാനം കേരള കോൺഗ്രസ് എം എടുത്താലും 5 MLAമാരും ഒരുമിച്ചുണ്ടാകും. അതല്ലാതെ മാധ്യമങ്ങൾ പറയുന്നത് പോലെ കേരള കോൺഗ്രസ് എമ്മിൽ സ്പ്ലിറ്റ് ഉണ്ടാവില്ല. അവിടെയും അപ്പോൾ നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയോടാണ് സ്മൃതി ഇത് ചേർത്ത് വായിക്കേണ്ടത്. റോഷി അഗസ്റ്റിനെയും ഒപ്പം തന്നെ പ്രമോദ് നാരായണനെയും അനുനയിപ്പിക്കാനുള്ള തീവ്ര ശ്രമം ജോസ് കെ മാണി നടത്തുന്നു എന്നാണല്ലോ നമ്മൾ അല്പം മുമ്പ് വരെ പറഞ്ഞത്. അതിനോട് തന്നെ ഇത് ചേർത്ത് വായിക്കാവുന്നതാണ്. കോൺഗ്രസിനെ കടന്നാക്രമിക്കുന്ന പ്രതികരണങ്ങളോ അവരെ അപമാനിക്കുന്ന പ്രതികരണങ്ങളോ ജോസ് കെ മാണിയിൽ നിന്നുണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിൽ ഈ ചോദ്യം ഉണ്ടാകുമ്പോഴും അവരുടെ നിലപാട് അവർ എടുക്കട്ടെ എന്നതല്ലാതെ ഒരു തരത്തിലും ഒരു വിമർശനം ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രതികരണം നടത്തുന്നില്ല. അപ്പോൾ സൂക്ഷിച്ച് ഇരുകൂട്ടരും പ്രതികരിക്കുന്നു എന്ന് കൂടി കാണേണ്ടേ? തീർച്ചയായും. അത് മാത്രമല്ല, കോൺഗ്രസിനെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കാതിരിക്കാൻ പ്രത്യേകം ജോസ് കെ മാണി വാർത്താ സമ്മേളനത്തിൽ ശ്രദ്ധിച്ചിരുന്നു. ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചപ്പോൾ മാത്രമാണ് ആ രീതിയിലുള്ള മറുപടി വന്നതുപോലും. അതായത് UDF ഇങ്ങനെ പിന്നാലെ നടക്കുകയാണല്ലോ എന്നുള്ള രീതിയിലുള്ള ചോദ്യം ഒരു ഭാഗത്തുനിന്ന് വന്നു. അപ്പോഴും വളരെ സൂക്ഷിച്ചാണ് അദ്ദേഹം മറുപടി നടന്നത്. പിന്നാലെ നടക്കുന്നുവെന്നോ വേറൊരു വാക്കും പറയാതെ. അത് UDFിനറിയാം. അതായത് അങ്ങനെ ഒരു ഇങ്ങോട്ട് വിളിക്കൽ ഉണ്ടെങ്കിൽ അതിനർത്ഥം ഞങ്ങൾക്ക് ശക്തിയുണ്ടല്ലോ, ഞങ്ങളുടെ ശക്തി അറിഞ്ഞതുകൊണ്ടാണല്ലോ കോൺഗ്രസ് ആയാലും UDF ആയാലും വിളിക്കുന്നത്. അവിടെ ഒരു രീതിയിലുള്ള പ്രകോപനപരമായ പ്രസ്താവനയും ജോസ് കെ മാണി നടത്തിയിട്ടില്ല. അതുമാത്രമല്ല, ഞങ്ങളെ വിളിച്ചിട്ടില്ല എന്നോ ഞങ്ങളുമായി ചർച്ച നടത്തിയിട്ടില്ല എന്നോ അദ്ദേഹം ഈ വാർത്താ സമ്മേളനത്തിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. വളരെ വ്യക്തമായി തന്നെ എനിക്കിതിൽ നിന്നും വായിക്കാൻ സാധിക്കുന്നത് സ്മൃതി, ഈ ഘട്ടത്തിലെല്ലാം അദ്ദേഹം സൂക്ഷിച്ചുള്ള പ്രസ്താവനയാണ്. അതായത് ലോക്കൽ ബോഡി ഒരു വാചകം കൂടി പറഞ്ഞിട്ടുണ്ട്, തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഉള്ള തിരഞ്ഞെടുപ്പുകളുടെ ഒരു താരതമ്യവും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതുമായ സീറ്റുകളുടെ ഒരു താരതമ്യം നടത്തി.
മറ്റൊരു കാര്യവും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വാർത്താ സമ്മേളനം തുടങ്ങുന്നത് തന്നെ ബൈബിൾ വാചകം ഉദ്ധരിച്ചുകൊണ്ടാണ്. ആരും ഞങ്ങളുടെ കാര്യത്തിൽ വേവലാതിപ്പെടേണ്ട, ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യം ഞങ്ങൾ നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം തുടങ്ങിയെങ്കിലും അദ്ദേഹം ഇങ്ങോട്ട് വന്നപ്പോൾ LDF-ലല്ലേ ഞങ്ങൾ നിൽക്കുന്നത്, LDF-ൽ എന്തെങ്കിലും രീതിയിലുള്ള ആശയക്കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴും LDF ഞങ്ങൾ വിടില്ല എന്ന ഒരു ഘട്ടത്തിലും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ചർച്ചകൾ നടക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഒരു ഘട്ടത്തിലും അദ്ദേഹം ചർച്ചകൾ നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല. സഭാ നേതൃത്വത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ സഭ അങ്ങനെ ഇടപെടാറില്ലല്ലോ എന്ന് മാത്രമാണ് മറുപടി പറഞ്ഞത്. അതുമാത്രമല്ല, ജാഥയുടെ ക്യാപ്റ്റൻസിയെ കുറിച്ച് ചോദിച്ചപ്പോഴും ശ്രദ്ധിക്കുക. കാരണം ഇന്നലെ മുതൽ ഈ വിവാദം ഇങ്ങനെ, അല്ലെങ്കിൽ ഈ ഒരു അഭ്യൂഹം ഇങ്ങനെ കത്തിപ്പടരുന്നുണ്ട്, അന്തരീക്ഷത്തിലുണ്ട്. ഈ സമയത്ത് അദ്ദേഹം പ്രതികരിച്ചപ്പോഴും ജാഥയുടെ ക്യാപ്റ്റൻസി താൻ മാറുന്നില്ല എന്ന് അദ്ദേഹം ഈ ഘട്ടത്തിൽ പറഞ്ഞു. അത് നമ്മൾ ഇന്നലെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോഴും പറയുകയുണ്ടായി സ്മൃതി. അതിനുശേഷം LDF-ന്റെ ഭാഗത്തുനിന്ന് സമ്മർദ്ദമുണ്ടായാൽ ചിലപ്പോൾ ക്യാപ്റ്റൻ ആദ്യം വന്ന് ഉദ്ഘാടനത്തിന് ചേർന്നേക്കും, പിന്നീടുള്ള ദിവസങ്ങളിൽ ഉണ്ടാകണമെന്നില്ല എന്ന് പറഞ്ഞു. അത് തന്നെയാണ് അദ്ദേഹം നൽകിയാണ്. പക്ഷേ ജാഥ ക്യാപ്റ്റൻ താൻ തന്നെ എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. റോഷിപാൽ, കോൺഗ്രസ് ഇത് പ്രതീക്ഷിച്ചിരുന്നതാണ് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഇന്നിപ്പോൾ നടത്തുന്ന പ്രതികരണം അത് അടവ് നയത്തിലുള്ള ഒരു പ്രതികരണമായി തന്നെയാണ് കാണുക എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഇതിനോട് ഇനിയിപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും വിമർശനാത്മകമായ പ്രതികരണങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യത കുറവല്ലേ റോഷിപാൽ? സ്മൃതി, ഈ ജോസ് കെ മാണിയുമായി നടത്തിയ ചർച്ച, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മുമായി നടത്തിയ ചർച്ചകൾ എല്ലാം രഹസ്യമായിരുന്നു. ഒരു ഘട്ടത്തിൽ പോലും കോൺഗ്രസിന്റെ നേതാക്കൾ അങ്ങനെ ഒരു ചർച്ച നടന്നതായി ഇപ്പോഴും പരസ്യമായി സ്ഥിരീകരിക്കാൻ തയ്യാറല്ല. കാരണം അത് രഹസ്യമായി തന്നെ നടന്നാലേ വിജയത്തിലെത്തൂ എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അതുകൊണ്ടാണ് ആ ചോദ്യങ്ങളൊക്കെ നിഷേധിക്കുന്നത്. അങ്ങനെ ചർച്ചയില്ല എന്ന രീതിയിൽ കോൺഗ്രസ് ആരുടെയും അടുത്ത് സമീപിക്കില്ല എന്ന് വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. അതേസമയം തന്നെ നീക്കങ്ങൾ കൃത്യമായി മുന്നോട്ട് പോകുന്നുണ്ട്. രഹസ്യമായി ചർച്ചകൾ പലവട്ടം നടന്നു. കേരള കോൺഗ്രസ് എം ആണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടാകുമെന്ന് നേതൃത്വം കണക്കുകൂട്ടുന്നു. ഏതായാലും വൈകാതെ തന്നെ കേരള കോൺഗ്രസ് എം UDF-ലേക്ക് തിരികെ എത്തുമെന്ന് തന്നെയാണ് UDF നേതൃത്വം ഇപ്പോഴും കണക്കുകൂട്ടുന്നത്. അങ്ങനെയുള്ള ഒരു തയ്യാറെടുപ്പ് UDF നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അതുകൊണ്ടാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്മാരോട് സംസാരിച്ചത്. കേരള കോൺഗ്രസ് എം UDF-ലേക്ക് വരുന്നതിനുമായി ബന്ധപ്പെട്ട നേതാക്കളുടെ അഭിപ്രായമാണ് തേടിയത്. ആ അഭിപ്രായങ്ങളൊക്കെ സ്വീകരിച്ചു. അതിൽ എല്ലാ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്മാരും പ്രധാന നേതാക്കളുമൊക്കെ അനുകൂല നിലപാടാണ് സ്വീകരിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് എം UDF-നൊപ്പം വന്നാൽ കുറച്ചുകൂടി മധ്യ കേരളത്തിനുമൊപ്പം തെക്കൻ കേരളത്തിന്റെ ചില ഭാഗങ്ങളിലും അനുകൂല സാഹചര്യം ഉണ്ടാകും. അത് 100 സീറ്റ് നേടാനുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ സഹായകരമാകുമെന്ന ഒരു അഭിപ്രായമാണ് ഭൂരിഭാഗം നേതാക്കൾക്കും.